വിജയദശമി ദിനത്തിലെ വിദ്യാരംഭ ചടങ്ങുകൾക്കായി പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രമൊരുങ്ങി. ആയിരക്കണക്കിന് കുരുന്നുകൾ ഇത്തവണയും വിദ്യാദേവതയായ സരസ്വതി ദേവിയുടെ സന്നിധിയിൽ ആദ്യാക്ഷരം കുറിക്കും. പുലർച്ചെ 4 മണിയോടെ വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കമാകും. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സരസ്വതി ക്ഷേത്രങ്ങളിലൊന്നായ പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിയിൽ എല്ലാ വർഷവും വിജയദശമി ദിനത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. അറിവിന്റെ ദേവതയായ സരസ്വതി ദേവിയുടെ അനുഗ്രഹം തേടിയും ദേവീസന്നിധിയിൽ കുരുന്നുകളുടെ വിദ്യാരംഭത്തിനുമായി പതിനായിരങ്ങൾ ഈ ദിവസം ഇവിടേക്ക് ഒഴുകിയെത്തും. ഭക്തരെ വരവേൽക്കാനായി ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. പുലർച്ചെ 4-ന് പൂജയെടുപ്പും തുടർന്ന് വിദ്യാരംഭ ചടങ്ങുകളും ആരംഭിക്കും. ഇത്തവണ പതിവിൽ കൂടുതൽ കുട്ടികൾ ആദ്യാക്ഷരം കുറിക്കാൻ എത്തുമെന്നതിനാൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പുലർച്ചെ 4-ന് തുടങ്ങി ഉച്ചകഴിഞ്ഞ് 3 വരെ വിദ്യാരംഭ ചടങ്ങുകൾ ഉണ്ടാകുമെന്ന് ക്ഷേത്രം അധികൃതർ അറിയിച്ചു. ആ പൂജ എടുക്കുന്നുള്ള ചടങ്ങ് അവസാനിക്കുകയും നമ്മളെല്ലാവരും വിദ്യാരംഭത്തിലേക്ക് കുരുന്നുകളുടെ ഏകദേശം 40ഓളം ആചാര്യന്മാർ വിദ്യാമണ്ഡപത്തിലുണ്ടാവും. നമ്മൾ വിദ്യാരംഭത്തിനുള്ള പ്രത്യേക ക്യൂ ഉണ്ടാവും. ഒരു 2 മണി 3 മണി വരെ തുടരും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തൊട്ട് എത്ര പേര് വന്നാലും നമ്മളിവിടെ വിദ്യാരംഭം കുട്ടികളെ പ്രത്യേകിച്ച് നമ്മൾ ഏകദേശം ഒരു 20,000-ലധികം കുട്ടികളെയാണ് പ്രതീക്ഷിക്കുന്നത്. എത്ര പേര് വന്നാലും എഴുതിക്കുകയും ചെയ്യും. മുൻകൂട്ടി രസീത് എടുക്കുകയോ അങ്ങനത്തെ യാതൊരുവിധ ആവശ്യമില്ല. തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. ആയിരക്കണക്കിന് കുരുന്നുകൾ വിദ്യാദേവതയുടെ സന്നിധിയിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കും. 40ഓളം ആചാര്യന്മാർ കുട്ടികളെ ഹരിശ്രീ എഴുതിക്കും. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാതെ തന്നെ വിദ്യാരംഭത്തിന് ഇവിടെ അവസരമുണ്ട്. ക്ഷേത്രത്തിലെത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും ഭക്ഷണത്തിനുമടക്കം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് പോലീസ് പ്രത്യേക ഗതാഗത നിയന്ത്രണവും ഒരുക്കിയിട്ടുണ്ട്. KSRTC പ്രത്യേക സർവീസുകൾ നടത്തും. മേൽശാന്തി കൈമുക്ക് നാരായണൻ നമ്പൂതിരി, മാനേജർ KN നാരായണൻ നമ്പൂതിരി, അസിസ്റ്റന്റ് മാനേജർ KV ശ്രീകുമാർ തുടങ്ങിയവർ വിദ്യാരംഭ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. അമൃത ന്യൂസ്, കോട്ടയം.